ലഹരിമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ തല ലഹരി വിമുക്ത പരിപാടി സംഘടിപ്പിച്ചു. അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സെമിനാർ, വിവിധ മത്സരങ്ങൾ എന്നിവ നടത്തി. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഫിഷറീസ് വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, എക്സൈസ് വകുപ്പ് എന്നിവരുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ലഹരിമുക്ത കേരളം പദ്ധതിയുടെ സ്കൂൾ തല ബോധവൽക്കരണ സെമിനാറും വിവിധ മത്സരങ്ങളുമാണ് അഴീക്കലിൽ നടത്തിയത്. ഇതോടനുബന്ധിച്ച് ക്വിസ് മത്സരം, സൈക്കിൾ റാലി, തെരുവു നാടകം, പ്രസംഗം എന്നിവയും സംഘടിപ്പിച്ചു. മത്സ്യബോർഡ് കമ്മീഷണർ സലീം എച്ച് മുഖ്യപ്രഭാഷണം നടത്തി. ഔദ്യോഗിക ജീവിതം ശരിക്കും ആരംഭിക്കുന്നത് ചെറിയഴീക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ആ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നോൺ വൊക്കേഷണൽ ലെക്ചറായിട്ടാണ് ഞാൻ ആദ്യം സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നത്. അവിടെ അന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് നല്ല സ്ട്രെങ്തുള്ള സ്കൂളാണ്. പക്ഷേ നമ്മുടെ കുട്ടികൾ അന്നത്തെ ഇപ്പോഴത്തെ അത്ര നല്ല പഠിപ്പിസ്റ്റുകളൊന്നും ആയിരുന്നില്ലല്ലോ, നമുക്കറിയാം. മത്സ്യബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ, മത്സ്യബോർഡ് അംഗം സോളമൻ വെട്ടുകാട് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. പ്രഥമാധ്യാപിക സ്മിത കെ.എൽ, സജി സുഗതൻ, ലിജു പി, സുജിത് ടി, രാജി എസ്, ഹിമ ശ്രീറാം, അമ്പിളി ജോയി, രമേശ് ശശിധരൻ, ജയകുമാർ ടി ജെ, ലിജിമോൻ, ബിനു എസ്, ധന്യ, സതീശൻ, വിശ്വംഭരൻ, ശശികുമാർ എസ്, ദയാനന്ദൻ, സുജാർ രാജ്, അനിത പി എസ് എന്നിവർ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, എക്സൈസ് വകുപ്പ് എന്നിവരുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ലഹരി മുക്ത കേരളം പദ്ധതിയുടെ സ്കൂൾ തല ബോധവൽക്കരണ സെമിനാറും വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനദാനവും അതിനുശേഷം ബോധവൽക്കരണ റാലി, തെരുവു നാടകം എന്നിവ അരങ്ങേറുന്ന വളരെ നല്ലൊരു നിമിഷമാണ്. ഇപ്പൊ കേരള സംസ്ഥാന ക്ഷേമനിധി ബോർഡ്, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ഗവൺമെന്റ് ഹൈസ്കൂൾ അഴീക്കലുമായി സഹകരിച്ചുകൊണ്ട് ഈ ഒരു വലിയ ദൗത്യത്തിന് ഇവിടെ തിരിതെളിക്കാൻ കഴിഞ്ഞതിൽ ഗവൺമെന്റ് കുറേ കാലങ്ങളായി നടത്തി വരികയാണ്. കാരണം എനിക്കറിയാം, ഞാൻ ചെയർപേഴ്സൺ ആയിരിക്കെ നമ്മുടെ പല സ്കൂളുകളിലും നമ്മുടെ സ്കൂളുകൾ, ഗ്രന്ഥശാലകൾ എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഈ ലഹരിമുക്ത പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകൾ, കോളേജുകൾ, അവിടെയൊക്കെ തന്നെ നമ്മുടെ കേരള സർക്കാർ ഇതിൻ്റെ ബോധവൽക്കരണ പരിപാടികൾ നടത്തി വരികയാണ്. നമ്മുടെ ആരോഗ്യ വകുപ്പ്, പോലീസ്, എക്സൈസ് എന്നിവരുടെ ഏകോപന പ്രവർത്തനങ്ങളിലൂടെയും നമ്മൾ ഈ പരിപാടി വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിരുന്നാലും ഇപ്പം നേരത്തെ എച്ച് പറഞ്ഞതുപോലെ പല മേഖലകളിലും നമ്മൾ കേൾക്കാം. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.